എന്റെ വീട്ടിലുള്ളതൊക്കെ ഒന്നും നടക്കൂല മോനെ. വൈമന്റെ കയറ്റം കൊണ്ടിട്ടുണ്ട്, ഇങ്ങോട്ട് വരാൻ പറ്റില്ല. പിന്നെന്താ, എവിടെയാ അത്? വീടിന്റെ അടുത്ത് തന്നെയാ. ഞാൻ വരട്ടെ എന്റെ വീട്ടിലേക്ക് വന്നിട്ട്. ഇപ്പൊ അവിടെ ആരുണ്ടോ? ഇപ്പൊ അവിടെ ആരുമില്ല. ആരുമില്ല. വരട്ടെ. നിന്റെ വീട്ടിലേക്ക് ഞാൻ വരാം, അതല്ലേ കുറച്ചും കൂടി സുഖം. എന്റെ വീട്ടിലെന്താ? നിനക്ക് വണ്ടിയും ഇല്ല, എങ്ങനെ വരാനാ? എന്റെ വീട്ടിലേക്ക് വരണ്ട. എന്റെ വീട്ടിൽ വന്നിട്ടല്ലേ നമ്മൾ ചെയ്യാറ്. അപ്പൊ അത് കാര്യമില്ലല്ലോ, ഇനി നടക്കൂലല്ലോ. ക്യാമറയൊക്കെ ഓഫ് ആക്കിയിട്ടോ. ഉണ്ടല്ലേ, വീട്ടിലേ പോട്ടെ. പോവല്ലേ? അവിടെ സംസാരിക്കാൻ കഴിയും. നിന്റെ മാമ്പഴങ്ങളൊക്കെ നുണയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. എന്ത്? നിന്റെ മാമ്പഴങ്ങൾ നുണയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നിട്ടോ? നന്ദിയില്ലേ? എന്നിട്ട് എന്താ നടു റോട്ടുന്ന ഇങ്ങനെ നുണയാണ്? ഇടവഴിയാണെങ്കിലും ഇടവഴി 24 മണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ പോകുന്ന വഴിയാ. അതാണ്, എന്ത് ചെയ്യും. വീട്ടിലാണെങ്കിൽ ക്യാമറയും. അല്ല, ഈ 10-ാം തീയതി എന്താ ചെയ്യാന്ന് പറഞ്ഞേ? അല്ല, ഈ 10-ാം തീയതി കഴിഞ്ഞിട്ട് നോക്കാന്ന് വെച്ചു. നോക്കുമ്പോ അവിടെ ഞാൻ ഒന്ന് ചോദിച്ചു അവരോടെ. അപ്പൊ ഒരു പറഞ്ഞാ ഇവിടുത്തെ ഫുള്ള് കാണാൻ പറ്റും. ഞാൻ ചോദിച്ചു നിങ്ങളെ ഇവിടേക്കൊക്കെ കാണല്ലേ ആ ക്യാമറയിലെന്ന് ചോദിച്ചു ഓരോടെ. അന്നേരം പറയാം കാണാന്ന്. അങ്ങോട്ടും പോകാൻ പറ്റില്ല. അതാണ് ഞാനതിനി പറഞ്ഞു. ഇല്ലെങ്കിൽ ചേച്ചീന്റെ വീട്ടിലൊന്നും നമുക്ക് അടിച്ചു പൊളിക്കില്ല. ഇല്ലെങ്കിൽ ആ ചേച്ചീന്റെ വീട്ടിൽ നിന്ന് നമുക്ക് അടിച്ചു പൊളിക്കും. അതില്ല, ഒരു പൂട്ടി താക്കോലും കൊണ്ടുപോകുന്നല്ലേ. പിന്നെ എങ്ങനെയാ കാണാൻ? എന്റെ തരില്ല താക്കോല്? താക്കോൽ എന്റെ തരില്ല. ഇല്ല, എനിക്ക് എന്തിനാ ഓരോ താക്കോല്? ഓരോ വീട്ടിനകത്തുനിന്ന് അങ്ങനെ എന്തേലും പോയിണ്ടെങ്കിൽ എനിക്ക് എഴുതിയില്ലേ കുറ്റുണ്ടാവാ. അതല്ല പിന്നെ എങ്ങനെയാണ്? അത് ബാത്റൂമിന്റെ ചാവി ഞാൻ അവിടെ വെക്കാൻ പറഞ്ഞു. മോട്ടർ ഇടാൻ. പക്ഷെ അതില് കയറാൻ പറ്റില്ല, നിറയെ സാധനങ്ങളാ. അതിന്റെ ഉള്ളിൽ വെച്ച് ചെയ്യാനാണ് ചോദിച്ചത്. അതിന്റെ ഉള്ളിൽ സാധനം കൊറേ കയറ്റിയിട്ടുണ്ട്. 2 നില വീടും 4-5 റൂമൊക്കെ ഉള്ള എന്റെ വീടുണ്ടായിട്ട് ഈ പറയുന്ന അപ്പുറത്തെ വീട്ടിലെ ചേച്ചിന്റെ ബാത്റൂം പോയിട്ട് ചെയ്യാനാ പറയുന്നത്. അപ്പൊ എനിക്ക് കാര്യമില്ലല്ലോ, കാര്യം വഴി എനിക്ക് ഇവിടെ നിന്നിട്ട്. എടി, നമുക്കൊന്ന് നല്ല വീഡിയോ കോൾ ചെയ്താലോ? എന്നിട്ടോ? കാണാലോ. എന്ത് കാണാൻ? ഇപ്പൊ കണ്ടാ മതിയാവുന്ന സാധനമാണോ അത്? മതിയാവൂല. ഇങ്ങനത്തെ എങ്ങനെയാ ഗൾഫ് പോയാലും വീഡിയോ കോൾ ചെയ്യാലോ. അല്ല, നിന്റെ അടുത്ത് വേണ്ട. ഗൾഫിലൊക്കെ കുറെ പെണ്ണുങ്ങളൊക്കെ കൊടുത്തിട്ട് വരാനായി. ഞാനിങ്ങനെ മുന്നേ പോയതാ, അവിടെ സുഖമായിട്ടുണ്ട്. പിന്നെ ഫിലിപ്പീൻസും ചൈനീസൊക്കെ ഉണ്ട്. പൈസ കൊടുക്കണം, കുറച്ച് പൈസ കൊടുക്കണം. പക്ഷെ എപ്പോഴും പോകുന്നില്ലല്ലോ. പിന്നെ അങ്ങോട്ട് വരണ്ട. നല്ല എക്സ്പീരിയൻസ്ഡാ. നമ്മളൊന്നും ചെയ്യണ്ട, ഓരെല്ലാം ചെയ്തോളും. എന്നിട്ടോ? നല്ല സുഖം ഉണ്ടാവും. അപ്പൊ അതിനുള്ള സ്ഥലങ്ങളുണ്ട്? അതിനുള്ള സ്ഥലം ഉണ്ടോ അവിടെ? സ്ഥലമൊക്കെ ഓരോയിലുണ്ടാവും. ഒരു റൂം എടുത്തിട്ട് അവിടെ താമസിക്കുന്ന ആൾക്കാരല്ലേ. അപ്പൊ അവിടെ എത്ര പൈസ കൊടുക്കണം? എല്ലാത്തിനും കൂടിയാണ് റേറ്റ് വരിക. നമ്മളെ ഇന്ത്യന്റെ പൈസ ഒരു 5000 റുപ്യന്റെ അടുത്ത് വരും. 4000-5000 റുപ്യക്ക് വരും. അതെ, ഒറ്റ ദിവസത്തെ. ഒരു ദിവസത്തേക്കോ? നമുക്ക് വേറെ പണിയൊന്നുമില്ലേ? നമ്മൾ വല്ലപ്പോഴല്ലേ പോവുള്ളൂ. ഇനി ഗൾഫിലൊക്കെ നിൽക്കുമ്പോ നമുക്ക് നല്ല ശമ്പളം ഉണ്ടാവുമല്ലോ. 10-60 റുപ്യ ശമ്പളം. 10-60 റുപ്യൊക്കെ ശമ്പളം ഉണ്ടാവില്ലേ? അപ്പൊ അങ്ങനെ ആകുമ്പോ പോകുന്നതിനെ കൊണ്ട് വലിയ കുഴപ്പമില്ല. മാസത്തില് അപ്പൊ 600 ഉണ്ടെങ്കില് അപ്പൊ എനിക്ക് ഒരു മാസത്തില് എത്ര ട്രിപ്പ് പോവും? ഒന്ന് പോവുള്ളൂ, അത്ര മൂടായി കഴിഞ്ഞാൽ മാത്രം. ഞാൻ ആകെ മാസത്തിലൊന്നും പോവില്ല. ഞാൻ അവിടെ പോയിട്ട് 2.5 വർഷത്തെ നിന്നിട്ട് ആകെ 3-4 പ്രാവശ്യം പോയി. അത്രയും പോയില്ലേ? അപ്പോഴത്തേക്ക് എത്ര പൈസ? നല്ല സാധനങ്ങൾ കാണിക്കും. കല്യാണം കഴിക്കാത്ത? കല്യാണം കഴിക്കാത്തത്.
ചെറിയ ഒരു 10-20 വയസ്സൊക്കെ ഉള്ള ഉം. ഓരവിടെ പഠിക്കാനും പിന്നെ എന്തെങ്കിലും പണിക്കൊക്കെ വന്നായിരിക്കും. ഉം. സൈഡ് ബിസിനസ് ആയിട്ട് ഒരു ഇതും നോക്കുന്നുണ്ടാവും, പിന്നെ ഓർക്കും ഉണ്ടാവില്ല മൂഡും കാര്യങ്ങളൊക്കെ. ഉം. ഓർക്ക് പിന്നെ അറബികൾ തന്നെ കിട്ടുകയാണെങ്കിൽ ഓർക്ക് നല്ല മുതലാ. ഉം. അറബികൾ നല്ല പൈസ കൊടുക്കും. ഉം. ഇവിടെ ഉള്ള ഒരു താത്ത പറയേ, ഞങ്ങളെ വീട്ടില് കൊറേ പണയത്തിന് താമസിക്കും. ആ. ആ താത്ത എന്നിട്ട് അവിടുന്ന് പോകുന്നാഞ്ഞതാൻ പോലെ ആ, ഗൾഫിലേനി ഏ ഗൾഫിലേനി ആ എമ്മ ഗൾഫിൽ പോയിട്ട് എമ്മക്ക്